ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 86-ാമത്തെ വചനം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഫറജഅ മൂസ, ഇതിൽ റജഅ റാ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ റാ ഉച്ചരിക്കുക. അല്ലാത്ത എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഫറജഅ ഐന് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ അക്ഷരവും അതിൻ്റെ മഖ്റജിൽ നിന്ന് കൃത്യമായി ഉച്ചരിക്കണം. എന്നാൽ ഹൽക്കിയായ അക്ഷരമായ ഐൻ അവ്യക്തമായി പോവാൻ സാധ്യതയുണ്ട്. മൂസ ഇലാ ഖൗമി, ഈ പദത്തിൽ മൂസ എന്നതിൽ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ഇലാ ഖൗമിഹി ഗദ്ബാന അസിഫ, ഇലാ ഖൗമിഹി ഖൗമിഹി എന്ന് പറയുമ്പോൾ ഖാഫ് ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ്. തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് സ്വരഭാരത്തോട് ഉച്ചരിക്കണം. ഖാഫിനെ ഷദീദായ ഹർഫാണ്. ഖൗമിഹി എന്നതിലെ ഹഉദ്ദമീർ അതിന് മദ്ദുസിലത്ത് സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം കൊടുക്കുക. ഗദ്ബാന അസിഫ, ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്തിഅലാഇൻ്റെ 2 അക്ഷരങ്ങളാണ് ഗൈനും ളാദും. തഫ്ഖീം ചെയ്യണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൈന് ഹൽക്കിയ അക്ഷരമാണ്, തൊണ്ടയുടെ മേലെ അറ്റമാണ്. അതിനൽ ഹൽക്ക് എന്നതാണ് ഗൈനിൻ്റെ മഖ്റജ്. ഗദ്ബാന ഗൈന് അങ്ങനെ തന്നെ വ്യക്തമായി മഖ്റജ് എന്ന് ഉച്ചരിക്കുക. ശേഷം ളാദാണ്. ളാദ് സ്വന്തമായി ഒരു മഖ്റജാണ്. നാവിൻ്റെ ഒരു സൈഡ് നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്തുകൊണ്ടാണ് ളാദ് ഉച്ചരിക്കേണ്ടത്. ഇസ്തിത്വാല എന്നതും അതിൻ്റെ പ്രത്യേകമായ സിഫത്താണ്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ളാദ് നാവിൻ്റെ അരുവിൽ നിന്ന്, സൈഡിൽ നിന്ന്, അരു നീളത്തിൽ എന്നാണ് പറയുക. അങ്ങനെയുള്ള ആ നീളത്തിലുള്ള മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ഗദ്ബാന അസിഫ, അവിടെ ഗദ്ബാന എന്നൊന്നും പറഞ്ഞു പോകരുത്. ളാദിൻ്റെ സുക്കൂനായി തന്നെ ഉച്ചരിക്കണം. തഫ്ഖീമിൻ്റെ ഹർഫാണ് ഇസ്തിഅലാ, ഇസ്തിത്വാല, ഇത്ബാഖ്, കൂടാതെ റഖാവ. ഇതെല്ലാം ഈ ളാദിൻ്റെ സിഫത്തുകളിൽപ്പെട്ടതാണ്. റഖാവത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഷിദ്ദത്തിൻ്റെ വിപരീതമായ റഖാവ അഥവാ ലൂസാക്കിക്കൊണ്ട് അയവോടുകൂടി അഥവാ ശബ്ദത്തിൻ്റെ ഒഴുക്ക് ഉച്ചാരണ സമയത്തുണ്ടാകും. ഗദ്ബാന അസിഫ. ഖാല യാ ഖൗമി, ഖാല എന്ന് പറയുമ്പോൾ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ചുച്ചരിക്കണം. യാ ഖൗമി, ഖാഫ് വീണ്ടും ആവർത്തിക്കുന്നു. അലം യഇദ്കും റബ്ബുക്കും, അലം യഇദ്കും, അലം എന്നതിൽ സാക്കിനത്ത മീം ഇൽഹാർ ഷഫവി മണിക്കാതെ മീമിനെ ഉച്ചരിക്കുക, വെളിവാക്കുക. അതുപോലെ യഇദ്കും റബ്ബുക്കും വഅദൻ, ഇവിടെയൊക്കെ മീം ആവർത്തിക്കുന്നുണ്ട്, സാക്കിനത്ത മീം. എല്ലാം ഇൽഹാർ ഷഫവി തന്നെയാണ്, വെളിവാക്കി വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കണം. 3ാമത്തെ മീമിൻ്റെ ശേഷം വാവ് വരുന്നുണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാവ് വരുമ്പോൾ സൂക്ഷ്മതയോടെ മീമിനെ ഇൽഹാർ ചെയ്യണം. കാരണം ഷഫവിയായ അക്ഷരമാണ് രണ്ടും എന്നതുകൊണ്ട് മീം അവ്യക്തമായി ഉച്ചരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യഇദ്കും റബ്ബുക്കും വഅദൻ എന്ന് വ്യക്തമാക്കി മീമും വാവും ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ യഇദ്കും എന്ന് പറയുമ്പോൾ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. റബ്ബുക്കും റാഇന് തഫ്ഖീം കൊടുക്കണം. അപ്പോൾ
അലം യഇദ്കും റബ്ബുകും വഅദൻ ഹസന. വഅദൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. വഅദൻ ഹസന ശേഷം ഹൽക്കിയായ അക്ഷരമായ ഹ വന്നതാണ് അതിനുള്ള കാരണം. ഇൽഹാർ ഹൽക്കി എന്നാണ് പറയുക. അഫതോല അലൈക്കുമുൽ അഹ്ദു. അഫതോല താഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. താഇൻ്റെ ദീർഘാക്ഷരമായ അലിഫിൽ തഫ്ഖീം നൽകണം. താ ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. സ്വരഭാരത്തോടെയാണ് ഉച്ചരിക്കേണ്ടത്. അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിനും തഫ്ഖീമാണ്. അഫതോല ഈ താവും അലിഫുമല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഫതോല അലൈക്കുമുൽ അഹ്ദു. അൽ അഹ്ദു ഐന് ശേഷം ഹ. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്. അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹ സാക്കിനത്തായ ഹ വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അൽ അഹ്ദു അം അറദ്തും. സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അറദ്തും ഈ പദത്തിൽ ദാലും ശേഷം താവുമാണ്. സാക്കിനത്തായ ദാലിനെ തായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ദാലിൻ്റെ ശബ്ദം അല്പം പോലും കേൾക്കാത്ത വിധത്തിൽ ശബ്ദമുള്ള താ മാത്രമാണ് ഉച്ചരിക്കുന്നത്. ഈ ലയിപ്പിക്കലിന് ഇദ്ഗാമുൽ മുതജാനിസൈനി സഗീർ എന്നാണ് പറയുക. ഇദ്ഗാമുൽ മുതജാനിസൈനി സഗീർ. ഒരേ ജിൻസിൽപ്പെട്ടത്, ഒരേ ഇനത്തിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരേ മഖ്റജിൽ നിന്നുമുള്ള വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങൾ. ദാലും താവും ഒരേ മഖ്റജാണ്. ഈ രണ്ടക്ഷരങ്ങളെയാണ് പരസ്പരം ഇദ്ഗാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുതജാനിസൈൻ എന്ന് പറയുന്നത്. ആദ്യ അക്ഷരത്തിന് സുക്കൂനും ശേഷമുള്ളതിന് ഹറക്കത്തുമാണ് എന്നതുകൊണ്ടാണ് സഗീർ എന്നും പറയുന്നത്. രണ്ടക്ഷരത്തിനും ഹറക്കത്തുള്ളതാണെങ്കിലാണ് കബീർ എന്ന് പറയുക. ഇദ്ഗാം കബീർ നമ്മുടെ റിവായത്തിൽ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ ഇദ്ഗാം കബീറുള്ള മറ്റു റിവായത്തുകളുണ്ട്. മറ്റു ഖിറാഅത്തുകളിൽ ഇദ്ഗാം കബീർ ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കബീർ സഗീർ എന്നിങ്ങനെ വേർതിരിച്ച് ഐറ്റംസ് ആക്കി പറയുന്നത്. ഇവിടെ ഇദ്ഗാം മുതജാനിസൈനി സഗീർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ നാമം. അറത്തും ഈ പദത്തിൽ സാക്കിനത്തായ മീമുണ്ട്. ഇൽഹാർ ഷഫവിയാണ് മണിക്കാതെ വെളിവാക്കുക. അറത്തും അൻ യഹില്ല. സാക്കിനത്തായ നൂനും ശേഷം യാവുമാണ്. ഇദ്ഗാം ബിഗുന്നഹ് നാഖിസ്. അൻ യഹില്ല അലൈക്കും ഗദബ്. ഹ ഐന് ഇതൊക്കെ വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ്. അലൈക്കും ഗദബ്. ഗദബ് ഗൈനും ദാദും തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫുകളാണ്. നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞതാണ് അതിൻ്റെ മഖ്റജും കാര്യങ്ങളൊക്കെ. ഗദബും മിർ റബ്ബിക്കും. തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്നഹ് കാമിൽ. മിർ റബ്ബിക്കും എന്ന് പറയുമ്പോൾ സാക്കിനത്തായ നൂനും ശേഷം റാവുമാണ്. ഇവിടെ ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിലാണ്. മണിക്കാതെ പൂർണ്ണമായി ലയിപ്പിക്കുകയാണ്. പൂർണ്ണമായ ലയിപ്പിക്കൽ ഉണ്ടാകുമ്പോഴാണ് രണ്ടാമത്തെ അക്ഷരത്തിന് ഏതക്ഷരത്തിലേക്കാണോ ഒരക്ഷരത്തെ ലയിപ്പിക്കുന്നത് ആ രണ്ടാമത്തെ അക്ഷരത്തിന് ഷദ് നൽകിക്കൊണ്ട് ഉച്ചരിക്കുക, ഷദ് എഴുതുക എന്നത്. അത് നമുക്ക് ഖുർആനിൽ എഴുതിയത് തന്നെ നോക്കിയാൽ വളരെ വ്യക്തമാണ്. അപ്പോൾ ഗദബുമ്മിൻ എന്ന് പറയുമ്പോൾ ഷദ്ദുള്ള മീമിനെയാണ് ഉച്ചരിക്കുന്നത്. തൻവീൻ അല്പം പോലും ഉച്ചരിക്കുന്നില്ല. മീമിന് ഷദ് എഴുതപ്പെട്ടിട്ടുണ്ട്. അതേപോലെ മിർ റബ്ബിക്കും എന്ന് പറയുമ്പോൾ റായി മാത്രമാണ് ഉച്ചരിക്കപ്പെടുന്നത്. റായിന് ഷദ് എഴുതിയതും കാണാം. ഇതിനാണ് കാമിൽ എന്ന് പറയുന്നത്. ഇപ്രകാരം ഇദ്ഗാം ചെയ്യുമ്പോൾ അത് കാമിലായിരിക്കും. ആദ്യത്തേത് ഇദ്ഗാം ബിഗുന്ന കാമിൽ ഗദബുമ്മിൻ. രണ്ടാമത്തേത് മിർ റബ്ബിക്കും ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. മിർ റബ്ബിക്കും റാ തഫ്ഖീം ചെയ്യണം.
ഷദ്ദുള്ള റ ആണ്. തക്രീർ കൂടുതൽ വരാതെ സൂക്ഷിക്കുകയും വേണം. നാം സൂചിപ്പിക്കാറുള്ള കാര്യമാണ്. ഇമാം ഇബ്നുൽ ജസരിയുടെ വാക്ക് വഅഖ്ഫി തക്രീറൻ ഇദാ തുശദ്ദദു, ഷദ് നൽകപ്പെടുമ്പോൾ അതിൻ്റെ തക്രീറിനെ നീ ഗോപ്യമാക്കണം എന്ന്. അതായത് മിർ എന്നിങ്ങനെ വിറപ്പിച്ച് പറയരുത്, ഒറ്റ റ മാത്രം ഉച്ചരിക്കുക. മിർ റബ്ബിക്കും ഫഅഖ്ലഫ്തും, സാക്കിനത്തായ മീമും ശേഷം ഫാവുമുണ്ട്. ഇവിടെ ഇൽഹാർ ഷഫവിയാണ്, സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ഫാ ഷഫവിയ അക്ഷരമായതുകൊണ്ട് മീമിൻ്റെ ഉച്ചാരണം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. മിർ റബ്ബിക്കും ഫഅഖ്ലഫ്തും മൗഇദി, ഫഅഖ്ലഫ്തും ഖാ തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ഫഅഖ് എന്ന് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഖാ ഉച്ചരിക്കുക. തൊണ്ടയുടെ മേലേയറ്റമാണ്. അതിനൽ ഹൽക്ക് ഗൈന് നേരത്തെ സൂചിപ്പിച്ചു, അതേ മഖ്റജിൽ നിന്ന് തന്നെയാണ് ഖാ വരുന്നത്. ആ ഖാൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഫഅഖ്ലഫ്തും മൗഇദി, ഖാ അല്ലാത്ത മറ്റക്ഷരങ്ങൾക്കെല്ലാം തർക്കീഖാണ്, എല്ലാം ഇസ്തിഫാലിൻ്റേതാണ്. ഇവിടെ സാക്കിനത്തായ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഒറ്റ ശബ്ദുള്ള മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നു. ഫഅഖ്ലഫ്തും മൗഇദി. ഈ ഇദ്ഗാമിന് ഇദ്ഗാം ഷഫവി എന്നോ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് പറയാവുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي